പേര് റോളിൻസ്, ഇതെൻ്റെ ഭാര്യ ഷീല, ഇതെൻ്റെ മൂത്ത മകൾ റോസ്മരിയ, ഇതെൻ്റെ മകൻ ഫ്രാൻസിസ്കോ മാരിയോ. ഞാൻ കഴിഞ്ഞ വർഷം അത് 2023 ഏപ്രിൽ അവസാനമാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് മറ്റുള്ള പല കാര്യങ്ങൾക്കായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയി. കൊച്ചിൻ്റെ മാമുദീസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ വെക്കേഷൻ സമയം കൊണ്ട് എൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിന് ഇളയവന് ഒരു പനി ഉണ്ടായിരുന്നു, ചെറിയൊരു പനി പിടിച്ചു. അപ്പോൾ അവനെ ആശുപത്രി ഞങ്ങൾ ചെയ്യാവുന്ന മരുന്നുകളൊക്കെ ചെയ്തു, പക്ഷേ മാറുന്നില്ല. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു ആശുപത്രിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ദൈവം ദർശനം കാണിച്ചു തന്നു. ഈ ഭൂമിയും അതിലുള്ള സകലതും ഒരു മരിച്ച ആളുടെ കണ്ണിലൂടെ കാണുക എന്നുള്ളൊരു ദർശനമാണത്. ഞാനത് സർപ്രൈസായി. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു, ദൈവമേ എന്തത് അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വീണ്ടും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അതങ്ങ് വിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ 1-2 പ്രാവശ്യം കണ്ടു, ഞാനതങ്ങനെ വിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് എൻ്റെ വായിലേക്ക് മരിച്ച ആളെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുമ്പോഴുള്ള പാട്ടാണ് വരുന്നത്. ആദ്യം ഞാൻ ആ പാട്ട് പാടി, പക്ഷേ അതിനകത്ത് എന്തോ അസ്വാഭാവികത എനിക്ക് തോന്നി, ഞാനത് വിട്ടു, സാധാരണ പോലെ വരാമെന്ന് വെച്ചിട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് കൊച്ചൊക്കെ കൂടി ഞങ്ങൾ ബൈക്കിന് പോകാൻ റെഡി ആവുന്ന സമയത്ത് വീണ്ടും ഈ പാട്ട് വീണ്ടും വരണം. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. സോ ഞാനപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വണ്ടി പതുക്കെ എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് കൃപാസനം, ഞാൻ ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ 1 മാസം എത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ മാതാവിൻ്റെ കരങ്ങളിൽ വഴി ഈശോയുടെ ദുരിതത്തിലേക്ക് കൊടുത്തിട്ട് ഞാൻ ഒരു 1.5 കിലോമീറ്ററോളം ഞാൻ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഉറക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവേ, എൻ്റെ കുടുംബത്തെ എല്ലാവരെയും അമ്മയുടെ കരങ്ങൾ വഴി ഈശോയിലേക്ക് സമർപ്പിക്കുന്ന കാത്തോളെ എന്ന് പറഞ്ഞ് ശരിക്കും ഒരു 1.5 കിലോമീറ്റർ ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ 1.5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി നോക്കി. എന്നിട്ട് വീണ്ടും ആ വായിലെ പാട്ട് വരുന്നുണ്ട് നോക്കി. അപ്പോൾ പാട്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തോ സംഭവിക്കേണ്ടായിരുന്നു, അത് മാറിപ്പോയി എന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു ചെറിയ ഹോസ്പിറ്റൽ ആദ്യം കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് അല്പം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങളൊരു ഹയർ എൻഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് ഉണ്ടാക്കണം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈവനിങ്ങാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് രാത്രി തന്നെ അവർ ആംബുലൻസ് വിളിച്ചെന്നു. പേടിക്കാനൊന്നുമില്ല, പക്ഷേ നിങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഹയർ എൻഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടേഴ്സിനെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ന്യൂമോണിയാണെന്ന് പറഞ്ഞു. ഓക്കെ, ഒരു 3 ദിവസം അവിടെ നിങ്ങൾ ഇവിടെ വേണ്ടായിരുന്നു പറഞ്ഞു. 3 ദിവസം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ തിരിച്ചു പോരുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. അതുമാത്രമല്ല, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ദർശനങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇത്രയും കൊണ്ട് തീർന്നു പോയി, ഇനി ഒന്നും സംഭവിക്കില്ലെന്ന് വെച്ച് ഞാൻ കുറച്ച് താങ്ക്സൊക്കെ പറഞ്ഞ് വണ്ടിയിലിരുന്ന് കുറേ താങ്ക്സൊക്കെ പറഞ്ഞു. പിന്നീട് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പെട്ടെന്ന് ഒരു റിമോട്ടായിട്ടുള്ള റോഡാണ്, അധികം വാഹനങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ വരുന്ന കാറുകളൊക്കെ മിനിമം ഒരു 100-ലൊക്കെ സുഖമായിട്ട് പോകാം, 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്ത ഓട്ടോറിക്ഷ ഏകദേശം ഒരു 60 കിലോമീറ്ററെങ്കിലും സ്പീഡ് ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളത് കണ്ടില്ല, ഒരു പട്ടി അവിടുന്ന് ജമ്പ് ചെയ്ത് ഗ്ലാസ്സുമേക്ക് കറക്റ്റ് ഒരു ജമ്പ് ചെയ്ത് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. അപ്പോൾ ഓട്ടോറിക്ഷ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് വെട്ടിച്ച വഴി വണ്ടി മറിഞ്ഞ് അടിച്ച് വീണു. പിന്നെ സൈഡിലേക്ക് ഒരു സ്ലോപ്പാണ്, ആ വണ്ടി ചെരിഞ്ഞ് ഒരഞ്ഞ് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി. അപ്പോൾ ഈ സമയത്ത് ഞാൻ അപ്പുറത്തെ സൈഡിലും ഭാര്യ ഇപ്പുറത്തെ സൈഡിലായിരുന്നു. ഭാര്യ ഓട്ടോറിക്ഷയിൽ ചെരിഞ്ഞ് കൊച്ചിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് പിടിക്കാനൊന്നും സംഭവം ഉണ്ടായില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ ഇടിച്ച് വീണത് അവളുടെ അങ്ങനെ ഉറഞ്ഞ് ഞങ്ങൾ എല്ലാവരും വണ്ടിയുടെ അടിയിൽ പോയി. ഞാൻ മാത്രം ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ ചാടി ഇറങ്ങി. എനിക്ക് ഓട്ടോറിക്ഷയുടെ മുകളിൽ കൂടെ ചാടി ഇറങ്ങാൻ പേടി, കാരണം ഇവരിൻ്റെ അടിയിൽ പെട്ടുണ്ടെങ്കിൽ പിന്നെ ഞെരുങ്ങുമല്ലോ. പക്ഷേ എങ്ങനെയൊക്കെയോ അതിൻ്റെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങി. പിന്നെ ഞാനും ഡ്രൈവറും കൂടി ഓട്ടോറിക്ഷ നേരെയാക്കി. നോക്കി കഴിഞ്ഞപ്പോൾ ഇവരെ അതിൻ്റെ അടിയിലായിരുന്നു. എന്നിട്ട് അവരെ വലിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് വൈഫ് ആദ്യം പറഞ്ഞത്, ചേട്ടാ നമ്മുടെ ഉണ്ണി പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊച്ചിനെ നോക്കണത്. അപ്പോൾ ഞാൻ കൊച്ചിനെ നോക്കി കഴിഞ്ഞപ്പോൾ കൊച്ച് കംപ്ലീറ്റ് ബ്രെഡിൽ കുളിച്ച് കിടക്കാണ്, ഇങ്ങനെ വാടി, ഭയങ്കര ഒരു വല്ലാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിൽ നിനക്ക് വിശ്വാസമുണ്ട്, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞു, ചേട്ടാ നമ്മുടെ ഉണ്ണി പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, ഒന്നും സംഭവിക്കില്ല, നീ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ വിശ്വാസമുണ്ട്, ജീവിക്കുന്ന ദൈവത്തിൽ നിനക്ക് വിശ്വാസമുണ്ടോ, ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞാനൊന്ന് പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്തു. പിന്നെ പെട്ടെന്ന് എൻ്റെ വായിലൊന്ന് കൃപാസന മാതാവിനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ, എനിക്ക് കൃപാസന മാതാവ്, എനിക്ക് എൻ്റെ കുഞ്ഞുമായിട്ട് നിൻ്റെ അടുത്തൊന്ന് സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ തൊട്ടടുത്ത് ആരൊക്കെയോ കുറച്ച് മലയാളികളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, അത് കർണാടകയിലാണ് സംഭവം. അപ്പോൾ എൻ്റെ ചുറ്റും ആരൊക്കെയോ ഒന്ന് പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യാൻ കേട്ടു. പിന്നെ അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഒരു കാറ് അവിടെ കൊണ്ടു നിർത്തി. വിതിൻ
1 മിനിറ്റ് നേരം പറഞ്ഞു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് സ്റ്റഡിയായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഒരു കാറോട് കൊണ്ട് 2 ചെറുപ്പക്കാർ കാർ കൊണ്ട് നിർത്തി. ഞങ്ങൾ കാറിൽ കയറി തിരിച്ച് തൊട്ടടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി. ഈ സമയത്ത് ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്നുണ്ടായില്ല. വണ്ടികൾ വന്നിട്ട് ഞങ്ങൾ 4 പേരും തീർന്നു വരാൻ. പിന്നെ പെട്ടെന്ന് ആ വണ്ടി അവിടെ ഒരു കാറ് ദൈവം ഞങ്ങൾക്ക് അയച്ചുകൊണ്ടിരുന്നു, ഒരു കാറിനെ. ആ കാറിൽ ഞങ്ങളെല്ലാവരും കയറി, എങ്ങനെയൊക്കെയോ നുഴഞ്ഞ് കയറി. പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടിയാണ്. ആ സമയത്ത് ഞാനൊന്നും നോക്കിയില്ല, ഞാൻ ഉറക്കെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ജീസസ് യൂത്തിലെ ഒരു കോർഡിനേറ്റർ കുറച്ച് ആ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടിയിട്ട് തോന്നി കുറച്ച് വേർഡ് ഓഫ് ഗോഡ് അയച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് വന്നത് ഈ വേർഡ് ഓഫ് ഗോഡാ, ബൈ സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. അങ്ങനെ എനിക്ക് വായി തന്നത് എല്ലാം ഞാൻ വിളിച്ച് പറഞ്ഞ് ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ അവസാനം താലൂക്ക് ഹോസ്പിറ്റലിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവിടുത്തെ പീഡിയാട്രിഷ്യൻ, ഞങ്ങൾക്കറിയാം ആ ഡോക്ടറെ. അപ്പോൾ ആ ഡോക്ടർ വരുന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ദൈവമേ, കൃത്യമായിട്ട് ആ ഡോക്ടർ അവിടെ ഒരു ദിവസം ആ ഈവനിങ് സമയത്ത് വരാറില്ല ഡോക്ടർ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ സീരിയസ്. ഷീലയ്ക്ക് ഓർഡർ കാറിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, എങ്ങനെയൊക്കെ ഞങ്ങൾ വലിച്ചിറക്കി. എന്നിട്ട് ഡോക്ടർ കുഞ്ഞിനെ കൊണ്ടുപോയി. അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഞാൻ എൻ്റെ കഴുത്തിൽ കിടന്ന ഉത്തരീയം, അത് കുഞ്ഞിനെ ക്ഷമിക്കണം, ആ മെഡൽ കൊച്ചിൻ്റെ തലയിൽ മുട്ടിച്ചിട്ട് പഠിച്ചു. എൻ്റെ അമ്മ എനിക്ക് കുഞ്ഞിനെ കൊണ്ട് നിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തന്നെ എന്ന് പറഞ്ഞ് പഠിച്ചു. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് സ്തുതിച്ച് പഠിച്ചു. ഡോക്ടർ അപ്പോൾ കൊച്ചിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, ഇതിവിടെ നിൽക്കില്ല, നമുക്ക് ഷിമോഗ സർജിയിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവരെന്നെ ആംബുലൻസ് വിളിച്ചു, സർജിയിൽ കയറി. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ആംബുലൻസിൽ കയറുന്ന സമയത്ത് ഡോക്ടർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. നമ്മളൊരു ഹോപ്പിൻ്റെ ഒരു ആൻസറാണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്കൊന്നും പറയാൻ സാധിക്കില്ല, കാരണം കൊച്ചിൻ്റെ ബ്രെയിൻ പുറത്തു വന്നു. അപ്പോൾ അതുകൊണ്ട് ഐ കാൺ ഗിവ് യു എനി അഷ്വറൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാണാതെ ഞങ്ങൾക്ക് കാണാം ഈ തലയുടെ സൈഡിൽ ബ്രെയിൻ ബൾജ് ചെയ്ത് നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണാം. പിന്നെ അവിടുന്ന് ആംബുലൻസിൽ ഞങ്ങൾ സർജി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഈ പോകുന്ന സമയത്ത് ഈ വണ്ടിയിലേക്ക് കയറാൻ ആരും തയ്യാറാവുന്നില്ല. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് കൊച്ച് പോകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ആരും വണ്ടിയിലേക്ക് കയറുന്നില്ല. ഞാനും വേറൊരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പോകുന്ന സമയത്ത് മാതാവിനെ ജപമാല കുറേ ഉറക്കെ പ്രൈസ് വർഷിപ്പ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ കൃപാസന മാതാവിനോട് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാതാവേ, എനിക്ക് നിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ തരണമേ, എന്നെ സാക്ഷിയാക്കി വരണമേ, എൻ്റെ ലോകത്തിന് മുമ്പിൽ എന്നെ സാക്ഷിയാക്കി വരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാണുന്നത് ഞങ്ങളെ നോക്കി ഒരു 7 ഡോക്ടേഴ്സ് നിൽക്കുകയാണ്. എനിക്കത് ഭയങ്കര ഡിവൈൻ ഒരു ഇൻ്റർഫിയറൻസ് ആയിട്ട് തോന്നി. ഡോക്ടേഴ്സ് വന്ന് കുഞ്ഞിനെ അപ്പം തന്നെ കൊണ്ടുപോയി. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ഉള്ളിലേക്ക് വിളിച്ചു. ഞങ്ങൾ ചോദിച്ചു എന്താ സ്റ്റാറ്റസ് എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇറ്റ് വാസ് എ സിവിയർ ഹിറ്റ്, ഇതൊരു വലിയ മേജർ ആക്സിഡൻ്റ് ആണ്, സോ വി കാൺ ഗിവ് യു എനി അഷുറൻസ്. മോസ്റ്റ്ലി അവൻ്റെ ഹെഡിനൊരു ബോൺ ഉണ്ടാവും മനുഷ്യരെ, അത് ബ്രോക്കൺ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇവന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ വിളിക്കുമ്പോൾ. അപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല. സീൻ ഈസ് ക്വൈറ്റ്ലി ഡിഫറെൻറ്റ്. ഒരു 72 അവേഴ്സ് കഴിയുമ്പോൾ ഒരു പക്ഷേ സീൻ മാറാം. അവർ എപ്പോഴും അതിലേക്കാണ് ഊന്നൽ കൊടുക്കുന്നത്. കൊച്ചി കിട്ടില്ല എന്ന നെഗറ്റീവായിട്ട് സെൻറ്റൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് മനസ്സിൽ പഠിച്ചിരിക്കണം, എൻ്റെ കൃപാസനമ്മ എനിക്ക് നിൻ്റെ അടുത്ത് സാക്ഷ്യം പറയാനുള്ള കൃപ തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അപ്പോഴേക്കും ഇവളുടെ സഹോദരികളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വേഗം വന്നു. അപ്പോൾ എല്ലാവരും ആ ഒരു 2 ആഴ്ചക്കുള്ളിൽ എല്ലാവരും ഉടമ്പടി എടുത്തിട്ട് പോയുള്ളൂ. അപ്പോൾ എല്ലാവരും ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവേ, നിൻ്റെ അടുത്തുനിന്ന് സാക്ഷ്യം പറയാനുള്ള, ഞങ്ങൾക്ക് കുഞ്ഞിനായിട്ട് നിൻ്റെ അടുത്തേക്ക് സാക്ഷ്യം പറയാനുള്ള ഒരു 6-7 പേര് അങ്ങനെ സാക്ഷ്യം പറയാമെന്ന് നേർന്നുകൊണ്ട് ഈ ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് നേർച്ചയായിരുന്നു. ഞങ്ങളെല്ലാവരും ശക്തമായി പ്രാർത്ഥന. അപ്പോൾ ഓരോരുത്തർ പറയണം, ഓരോ സ്ഥലത്ത് വിളിച്ച് പ്രയർ ഗ്രൂപ്പിലേക്ക് വിളിച്ച് പറയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് കൃപാസനം ഓർമ്മ വന്നു വീണ്ടും. അപ്പോൾ ഞങ്ങളെ ചാലക്കുടിയിൽ നിന്ന് കൊണ്ടുവന്ന ബീന ചേച്ചീനെ ഞാൻ വിളിച്ച് പറഞ്ഞു, ബീന ചേച്ചി ഇതാണ് സീൻ. അപ്പോൾ അവർ സ്കാനിങ്ങിന് കൊണ്ടുപോവാണ്. എന്നിട്ട് പറയാം ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയണമെന്നത്. അപ്പോൾ നീ എന്തും പേടിക്കണ്ട, ഞാൻ കൃപാസനത്തേക്ക് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. കൃപാസനത്തിൽ വിളിച്ച് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി വിളിച്ച് പറഞ്ഞു, ഇവിടുത്തെ കൃപാസനത്തിലെ ജോറേണ്ണെ വിളിച്ച് പറഞ്ഞിട്ട് അഡോറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നീ ഒന്നും പേടിക്കണം, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവർ സ്കാനിങ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കരയാൻ പാകത്തിന് പോയ ആൾക്കാരൊക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ട് വരാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് തോളിൽ തട്ട്, ഒന്നും പേടിക്കണ്ട, കൊച്ചിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് കേട്ട വഴി എല്ലാവരും പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്താ ജോസേട്ടാ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത്, അത് വലിയ കുഴപ്പമൊന്നുമില്ല, നീ പേടിക്കണ്ട, ഒരു വലിയ അത്ഭുതം കാണാൻ പറ്റി. അവിടെ സ്കാൻ ചെയ്തതിലൊന്നും വലിയ സംഭവമൊന്നുമില്ല, കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ വേറൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത് കേട്ടതും
ഞാനവിടെ പൊട്ടിക്കറിഞ്ഞു. എനിക്ക് മിണ്ടാനും പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പോൾ ഈ സ്കാൻ ചെയ്ത കൂട്ടത്തിലൊരു മലയാളി ഉണ്ടായിരുന്നു അവിടെ, കർണാടകയിലുള്ളോ. അപ്പോൾ അവന് അവിടെ ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അവൻ എന്നെ വന്ന് കാണാനായിട്ട് ഭയങ്കര മോട്ടിവേഷൻ. അവൻ എന്നെ അന്വേഷിച്ച് ഓടി വന്നേക്കാണ്. ഇത് ആരാ ബ്രോ എന്ന് പറഞ്ഞ് എന്നെ വന്ന് വിളിച്ച്. ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്ന, സ്കാൻ ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടറും ഞാനും കൂടിയാണ് ഇരുന്നത്. അപ്പം ഞാൻ അറിയുന്ന ആളെന്ന് പറഞ്ഞ് എല്ലാം ചോദിച്ചു. ഒരു കുഴപ്പമില്ല, നിങ്ങൾ പേടിക്കേണ്ട, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, ഒരു കുഴപ്പമില്ല, ഒരു ചിലപ്പോൾ 2 ആഴ്ചയ്ക്ക് കിടക്കേണ്ടി വരും, അങ്ങനെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കൊരു വലിയൊരു അത്ഭുതമായിരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വീണ്ടും ഫിറ്റ്സ് വരാൻ തുടങ്ങി. ഫസ്റ്റ് ദിവസം ഫിറ്റ്സ് വന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഫിറ്റ്സ് വന്നു. അപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3ാമത്തെ ദിവസം ഫിറ്റ്സ് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് സാധാരണ ഹെഡ് ഇഞ്ചുറി വന്നാൽ ഫിറ്റ്സ് വരും, പക്ഷേ അത് 2 ഡോസ് കൊടുത്ത് കഴിയുമ്പോഴേക്കും മാറും, ഈ 3 ദിവസത്തിലേക്ക് ഒരിക്കലും പോകാറില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും തീയായി. അപ്പോൾ ഞാൻ വീണ്ടും ബീന ചേച്ചിനെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഇവിടെ കൃപാസനത്തിലേക്ക് വിളിച്ചു പറഞ്ഞു. പറഞ്ഞു, നിനക്ക് വേണ്ടിയിട്ട് അവർ നേരത്തെ അഡോറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നീ ഒന്നും പേടിക്കേണ്ട, ദൈവം അത്ഭുതം പഠിക്കുന്നു പറഞ്ഞു. പിന്നെ ഞാൻ ആ ദിവസം മുഴുവൻ ഇരുന്ന് പ്രാർത്ഥന. പിറ്റേ ദിവസം നേരം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നഴ്സിനോട് ചോദിച്ചു, രാവിലെ ഏർലി മോർണിംഗിൽ ഒരു 6:30 പോയി ഈ രാത്രി ഉണ്ടായിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ രാത്രി ഉണ്ടായില്ലെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഭയങ്കര ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് മധ്യസ്ഥം വെച്ചൊരു വലിയൊരു അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 മന്ത് അവൻ ഹോസ്പിറ്റലിൽ കിടന്നു. ഈ ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ലക്ഷങ്ങൾ പൊട്ടുമെന്ന് മനസ്സിലായി. കാരണം ആ ഹോസ്പിറ്റൽ അത്രയ്ക്ക് കോസ്റ്റ്ലി ഹോസ്പിറ്റലാണ്. പക്ഷേ ഞാനപ്പോൾ ജോബിലല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടായില്ലായിരുന്നു. ജോബ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇൻഷുറൻസ് കവറേജും ക്ലോസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി പൈസ ഇല്ല, അവിടെ ലക്ഷങ്ങളുകൊണ്ട് കയറി ചെല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് പൈസ ഇല്ല, നീ എനിക്ക് പൈസ ഒരുക്കി തന്നെ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അമ്മച്ചിയുടേതും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾക്കൊരു ബോധ്യം കിട്ടി, പൈസ ആവശ്യത്തിന് കിട്ടുമെന്നൊരു ബോധ്യം കിട്ടി. അമ്മച്ചി അത് പറയാൻ ചെയ്തു എന്നോട്, നിനക്ക് പൈസ കിട്ടും, പേടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്കറിയില്ല, പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് പറന്ന് വന്നതിൽ എനിക്ക് തോന്നി. എവിടെ നിന്നൊക്കെ വന്നത് എനിക്ക് ഒരു എത്തുമ്പോഴത്തും കിട്ടില്ല. അത് അപ്പോൾ പക്ഷേ ഈ കാശ് ഒത്തിരി പൊട്ടാണ്, കാരണം അതുപോലെയുള്ള കൊച്ചിന് വേണ്ടി ചിലവായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് 1 ലക്ഷം കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് 20,000 പോകണം എൻ്റെ അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനി മുതൽ എപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ 1 ലക്ഷം ഉണ്ടായേ പറ്റൂ. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യണവരെ എൻ്റെ എൻ്റെ അക്കൗണ്ടിൽ 1 ലക്ഷം ഉണ്ടാവണമെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും എങ്ങനെയെന്ന് എനിക്കറിയില്ല, ആരൊക്കെയോ 10,000 രൂപ അയച്ചുകൊണ്ടിരുന്ന ആൾക്കാർ 50,000 രൂപ അയക്കാൻ തുടങ്ങി. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് ഒരു 2 ആഴ്ച വരെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 1 ലക്ഷത്തിന് താഴത്തേക്ക് പോയിട്ടില്ല. അതൊരു വലിയൊരു അത്ഭുതമായിരുന്നു ദൈവത്തിൻ്റെ. ദൈവം സമ്പന്നനാണ്, അത് നമുക്ക് ദൈവം കാണിച്ചെന്ന്. പിന്നെ മാത്രമല്ല, ഡോക്ടേഴ്സ് സർജൻ ഇവനെ കാണുമ്പോൾ എപ്പോഴും പറയുന്നത്, ഇവൻ ഹീലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്നത്, ഏ മാൻ, ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് വന്നാൽ ഇവനെ കണ്ട ഫസ്റ്റ് പറയുന്നത്, സർജൻ പറയുന്നത് ഗോഡ് ഈസ് ഗ്രേറ്റ്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ദിവസം ആക്സിഡൻ്റായിട്ട് വന്ന സമയത്ത് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ, ആ ഡോക്ടേഴ്സൊക്കെ ഇവനെ എപ്പോഴെങ്കിലും ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് ഇവനെ കാണുമ്പോൾ അവർ പറയുന്നത്, ഏ മാൻ, ഡു യു റിമെമ്പർ ദിസ് ഗൈ? കാരണം ആ സീൻ ഡിഫറൻ്റ് ആയിരുന്നു, അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇവൻ ജീവനോടെ ഒരു കുഴപ്പമില്ലാണ്ട് മെടുക്കാനായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ അവർക്കൊക്കെ ഒരു അത്ഭുതമാണത്. അതുമാത്രമല്ല, ഞങ്ങൾ ഈ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്തും ആ ഹോസ്പിറ്റലുകാർക്ക് ഞങ്ങളോടൊരു ഫേവർ തോന്നി. ഞങ്ങൾക്ക് എന്തോ അങ്ങനെ ഒരിക്കലും ചെയ്യാത്തതാണ്. ഞങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്ന് കുറച്ച് ഫിനാൻസ് ഞങ്ങൾക്ക് കുറച്ച് ഇളവ് തന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ ജോസഫ് അച്ഛൻ്റെ ഒരു ടോക്കിലൊക്കെ ഉണ്ട്, ഇതിനിടയ്ക്ക് പലതും സംഭവിക്കും, പക്ഷേ നിങ്ങൾക്ക് ജീവനൊന്നും സംഭവിക്കില്ല. കാരണം മാതാവിൻ്റെ ശക്തമായ കരുതലാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അത് നിങ്ങളിത് ഒന്നും പേടിക്കണ്ട. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഒരു സിറ്റുവേഷനിൽ കൊച്ചിൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള പേടി തന്നെ നടന്നു. കാരണം പല ആൾക്കാർ പലതും പറയുമ്പോൾ ആ സമയത്ത് എൻ്റെ പെങ്ങൾ വിളിച്ചപ്പോൾ പെങ്ങൾ ഇവിടെ കൃപാസനത്തിൽ സാക്ഷി എനിക്ക് അയച്ചെന്നു. ഒരു ഗൾഫിൽ വെച്ചൊരു മരിച്ച ജീവൻ വിട്ടുപോയൊരു മകനെ അവൻ്റെ സിസ്റ്റർ കാൽമ പിടിച്ച് വലിച്ച് അവന് വീണ്ടും അവൻ ജീവനിലേക്ക് വരുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് വീണ്ടും ഭയങ്കര ശക്തമായൊരു ബോധ്യത്തിലേക്ക് ഞാൻ കടന്നു വന്നു. പിന്നെ ഗ്രാജുവലി പിന്നെ ഞങ്ങൾ ഫോളോ അപ്പിന് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് കൊച്ചിനെ കാണിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഹേയ് മാൻ, ഹീസ് ഇംപ്രൂവിങ് വെരി ഫാസ്റ്റ്ലി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ മിറാക്കിൾ ഓഫ് ഗോഡ്, വി ആർ പ്രേയിങ് ടു സെയിൻറ്റ് മേരി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യം 2 പ്രാവശ്യം ഞങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ കാരണം ഡിസ്ചാർജ് ചെയ്യുന്നമേ 1 മാസം ICUയിൽ കിടന്നു. ഡിസ്ചാർജ് പറഞ്ഞത് 5 മാസം അവൻ ബാക്കിലേക്ക് പോയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഹീ ഈസ് ലൈക്ക് എ ന്യൂ ബോൺ ബേബി എന്ന് പറഞ്ഞു. പക്ഷേ ഫോളോ അപ്പിന് വരുമ്പോൾ ഓരോ പ്രാവശ്യവും ഡോക്ടർ പറയുന്നത് ഹീ ഈസ് ഇംപ്രൂവിങ് വെരി ഫാസ്റ്റ്ലി. അങ്ങനെ ഡോക്ടർക്ക് തന്നെ ഭയങ്കര ഒരു മിറാക്കിളായിട്ടത്
ഫീൽ ചെയ്തു. അപ്പോൾ എനിക്കിന്ന് അപ്പോൾ ആ കുഞ്ഞാണ് ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നത്. അവന് കുഴപ്പമൊന്നുമില്ല, അവനിപ്പോൾ ഓടി നടക്കുന്നുണ്ട്. ഇപ്പോൾ 1.5 വയസ്സായിട്ടില്ല, അവന് യാതൊരു കുഴപ്പമുണ്ടായില്ല. ഇനി അവൻ സംസാരിക്കുന്നതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് നാക്ക് കട്ടായിരുന്നു. അപ്പോൾ പതുക്കെ സംസാരിച്ച് പുള്ളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹം, ഞാൻ വലിയ ആ ഒരു അപകടത്തിൽ വെച്ച് ഞാൻ എൻ്റെ മാതാവിനോട് ചോദിച്ചായിരുന്നു, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് നിൻ്റെ അടുത്തുനിന്ന് സാക്ഷ്യം പറയാനുള്ള എന്നെ സാക്ഷിയാക്കി മാറ്റണമേ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതെനിക്ക് ഇന്ന് ഈ സമയം ഇപ്പോൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റി. താങ്ക്സ് ടു ഗോഡ് ആൻഡ് കൃപാസന മാതാവിന് കോടാനുകൂടി നന്ദി. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ സാക്ഷ്യങ്ങൾ സ്ഥിരമായിട്ട് പരിശോധിക്കുന്നവരാണെങ്കിൽ, കേൾക്കുന്നവരാണെങ്കിൽ, ഇപ്പം അടുത്തിടയിലായിട്ട് ഒരുപാട് അപ്പന്മാരുദ്ദേശിച്ചത് അപ്പന്മാരുടെ ഉടമ്പടി സാക്ഷ്യങ്ങൾ, പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള സാക്ഷ്യങ്ങൾ ഇപ്പം ഈ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട്. അതിലേറെ പ്രത്യേകിച്ച് ഈ ഒരു കുഞ്ഞിൻ്റെ ഇതാണ്. അത് പറഞ്ഞു, ഏകദേശം ഒരു മരണത്തിൻ്റെ അടുക്കൽ വരെ എത്തിയ ഒരു കുഞ്ഞിനെ ഈ അൾത്താരയിൽ കൊണ്ടുവരാമെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം കുഞ്ഞ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം നമ്മളിത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു അനുഭവത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. കാരണം അമ്മയുടെ പ്രത്യക്ഷീകരണം ലോകത്തിന് മുൻപിൽ ചങ്കുറപ്പോടെ വിളിച്ചു പറയുവാനായിട്ട് ഓരോ വ്യക്തിക്കും ഇങ്ങനെ അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ സാധ്യമാകുമ്പോഴാണ് ഇതിന് പിന്നിൽ അസാധ്യ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്നൊരു വ്യക്തി തിരിച്ചറിഞ്ഞ് കൂടുതൽ അവർ വിശ്വസിക്കുന്ന ആ ഒരു സത്യത്തെ വിളിച്ചു പറയുവാനായിട്ട് അവർക്ക് ശക്തി ലഭിക്കുന്നത്. അപ്പം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായിട്ട് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് പേര് വെൻറ്റിലേറ്ററിൽ നിന്നും ICUവിൽ നിന്നൊക്കെ ഒരുപാട് സാക്ഷ്യങ്ങളോട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം റെഫർ ചെയ്ത കൂട്ടത്തിൽ ഏതോ അങ്ങനെ ഒരു സാക്ഷ്യത്തെയും റെഫർ ചെയ്തിട്ടുണ്ട്. അത് ആരോ അയച്ചു കൊടുത്തു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതും. അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ പെട്ടെന്നുണ്ടായ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സാഹചര്യത്തിൽ നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം ഒരു സിമിലറായിട്ട് വരുന്നുണ്ട്. ഒന്നാമത്തേത്, ആ ചെയ്ത ഒരു അപകടം ഉണ്ടായതിന് ശേഷം അവർ സ്റ്റഡിയായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പേ സഹായ വസ്തുവുമായിട്ട് സഞ്ചരിച്ചെത്തിയ ആരോ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും, അവിടെ ചെല്ലുന്ന സമയത്തൊരു ഡോക്ടർ ആ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ചെല്ലുന്ന സമയത്തൊക്കെയും ആരോ നമുക്ക് വേണ്ടി മുൻപേ പോയി സംസാരിച്ച് റെഡിയാക്കിയതുപോലെ ഒരു സാഹചര്യങ്ങൾ. ഇതിങ്ങനെ എല്ലാ സാക്ഷ്യത്തിലും ആവർത്തി നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഉടമ്പടി എടുത്തവരുടെ യാത്രകളിലൊക്കെയും പലരും കാത്തുനിന്ന് അല്ലെങ്കിൽ ചെല്ലുമ്പോൾ തന്നെ വന്നിരിക്കൂ, എന്നോട് ഇതുവരെ ഇല്ലാത്ത ഒരു പെരുമാറ്റവും. അപ്പോൾ ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ മാതാവിൻ്റെ ഈ ഒരു സഞ്ചാരവുമായിട്ടും മാതാവിൻ്റെ ഒരു സാന്നിധ്യമായിട്ടും ചേർത്ത് വെച്ചാണ് വായിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു കാര്യം ഈ ഒരു സാക്ഷ്യത്തിലും ആവർത്തിക്കപ്പെടുന്നു. അതിനുശേഷം മൂന്നാമത്തെ ഒരു കാര്യം, കുഞ്ഞ് വേഗം ഫാസ്റ്റായിട്ട് റിക്കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഈ വേഗതയും പ്രാർത്ഥനയിൽ ലഭിക്കുന്ന പെട്ടെന്നുള്ളൊരു മറുപടിയും എല്ലാം പ്രത്യക്ഷീകരണത്തിൻ്റെ ഉടമ്പടിയുടെ അനുഭവമായിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞുമായിട്ട് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയണമെന്ന് ദൈവത്തിനു മുൻപിൽ വാഗ്ദാനം ചെയ്തിരുന്നു. അത് ഇന്ന് കുഞ്ഞു കുടുംബമായിട്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ സത്യം നമ്മളോട് പ്രഖ്യാപിക്കുമ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ഒരു വലിയൊരു ശക്തിയും ധൈര്യവും സൗഖ്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിലും നിയോഗങ്ങളായിട്ട് ശക്തമായിട്ട് അനുഭവിച്ച് പ്രഖ്യാപിക്കാൻ തക്കത് നമ്മുടെ നിയോഗങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ആ കുഞ്ഞിന് ലഭിച്ച അല്ലെങ്കിൽ ഈ കുടുംബത്തിന് ലഭിച്ച സംരക്ഷണത്തിനും വേഗം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനും എല്ലാത്തിനെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. എൻ്റെ പേര് സൗമ്യ തോമസ്. ഞാൻ US റിച്ച്മണ്ട് സെൻറ്റ് അൽഫോൻസ ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് കേട്ടത് 2019 എൻ്റെ ചേച്ചി മുഖാന്തരമാണ്. എനിക്കൊരു പ്രോജക്റ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ എനിക്ക് റീലൊക്കേഷൻ വേണ്ടി വന്നു. അപ്പോൾ അവൾ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ആദ്യമായി എനിക്ക് പറഞ്ഞു തന്നു. ആ സമയത്ത് ഓൺലൈനിൽ കവനൻ്റ് എടുക്കുന്ന ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. ഞാനാണെങ്കിൽ ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടാണ് ആദ്യമായി ഞാനത് പ്രാർത്ഥിച്ചത്. അത്ഭുതകരമായി പെട്ടെന്ന് തന്നെ എനിക്ക് ഞങ്ങൾ താമസിക്കുന്ന റിച്ച്മണ്ടിൽ തന്നെ ഒരു പ്രോജക്റ്റ് ശരിയാകുകയും അങ്ങനെയാണ് ഞാൻ ഈ കൃപാസന അമ്മയെക്കുറിച്ച് ഞാൻ അറിയുകയും ഇവിടുത്തെ അത്ഭുതകരമായ ഭക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ ഇടവരികയും ചെയ്തത്. അതിനുശേഷം ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയൊരു ദുഃഖമായിരുന്നു എൻ്റെ ചേച്ചിക്ക് IELTS പാസ്സാകുവാൻ സാധിച്ചിരുന്നില്ല. അവൾ 2005 മുതൽ ഒരു 2021 വരെ അവൾ IELTS എഴുതിയിട്ടുണ്ട്. ഏകദേശം എല്ലാ വർഷവും ഒരു പ്രാവശ്യം എഴുതുകയും ചില വർഷങ്ങളിൽ 2 പ്രാവശ്യം എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു 20-25 ടൈംസ്, ബിറ്റ്വീൻ 20 to 25 ടൈംസ് ടോട്ടലായിട്ട് IELTS എഴുതുകയും പാസ്സാകാതെ വരികയും ചെയ്തു. ഒരു പ്രാവശ്യം റീഡിംഗ് ആണെങ്കിൽ അടുത്ത പ്രാവശ്യം
ലിസണിങ് ഫെയിലാകുകയും അങ്ങനെ അവൾക്ക് പാസ്സാകാൻ വളരെയേറെ ബുദ്ധിമുട്ടുകയും അവൾ അതുമൂലം വളരെയധികം സങ്കടപ്പെടുകയും ചെയ്തു. അങ്ങനെ ഞാൻ ആ സമയം 2021 ആ സമയത്ത് കവനന്റ് പ്രെയർ ഓപ്ഷൻ ഓൺലൈനിൽ അവൈലബിൾ ആകുകയും ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം അവൾ IELTS ഉപേക്ഷിച്ച് OET എക്സാം എഴുതി. അങ്ങനെ 2021 നീണ്ട 16 വർഷത്തെ പരീക്ഷകൾ എഴുതിയിട്ട് ഫെയിലായതിനു ശേഷം അവൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ OET പാസ്സായി. ജൂൺ 5 2021 ജൂൺ 5 OET പാസ്സായി. അവളിപ്പോൾ അവൾ UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അവൾ വരുമ്പോൾ ഞാൻ കൂടെ നിന്ന് ഒരിക്കൽ കൂടി ഇത് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. അതിനുശേഷം 2019 തന്നെ ഈ ഓൺലൈനിൽ തന്നെ ഞാൻ ഒരു ഭവനം ലഭിക്കുന്നതിന് വേണ്ടി റിച്ച്മണ്ടിൽ തന്നെ ഒരു ഭവനം ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും അത്ഭുതകരമായി ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു ഭവനം ഞങ്ങൾക്ക് തരികയും ചെയ്തു. അതിനുശേഷം നമ്മളെല്ലാവരും യൂഷ്വലി നമ്മുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് കവനന്റ് പ്രെയർ കണ്ടിന്യൂ ചെയ്യുവാൻ യൂഷ്വലി ആരും ശ്രമിക്കാറില്ല. അങ്ങനെ എനിക്കും അങ്ങനെ പ്രത്യേകമായ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാനും കവനന്റ് പ്രെയർ കണ്ടിന്യൂ ചെയ്യുവാൻ ഞാൻ ശ്രദ്ധിച്ചില്ല. അതിനുശേഷം കഴിഞ്ഞ നവംബർ ആയപ്പോഴേക്കും എനിക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ടായി, ഇനി ഒന്നും കൂടെ കവനന്റ് പ്രെയർ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാകുകയും ഞാൻ ഓൺലൈനിൽ തന്നെ കവനന്റ് പ്രെയർ ഇടുകയും ചെയ്തു. അപ്പോഴേക്കും ഞങ്ങൾക്ക് പുതിയൊരു ഭവനം കൂടി വേണം, കുറച്ചും കൂടെ സൗകര്യമുള്ളൊരു ഭവനം, ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്തൊരു ഭവനം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പക്ഷേ ഞങ്ങൾ നോക്കിയിട്ടൊന്നും അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭവനം ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഭവനം കാണുകയും അത് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം, എനിക്കും എൻ്റെ ഹസ്ബൻഡിനും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രൈസും ആയിരുന്നു അതിന്. അതുമാത്രമല്ല ഓൾറെഡി ഒരു വീടുണ്ടായതുകൊണ്ട് രണ്ടാമത് അത്രയും ഹൈ പ്രൈസിലൊരു ഭവനം കൂടി വാങ്ങിക്കുവാൻ ഫീസിബിളുമായിരുന്നില്ല. പക്ഷേ ആ ഭവനം ഞങ്ങൾ കണ്ട സമയത്ത് ഞാൻ ചുമ്മാ ഇവിടുന്ന് എനിക്ക് മമ്മി ഇവിടുത്തെ ഉടമ്പടി എടുത്തിട്ട് കുറച്ച് ഉപ്പ് എനിക്ക് അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉപ്പ് ഞാനാണെങ്കിൽ ആ ഭവനം കാണാൻ പോയപ്പോൾ അവിടെ വിതറി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. തൽഫലമായി അത്ഭുതകരമായ മാതാവിൻ്റെ ഇടപെടൽ മൂലം, അതിപ്പോൾ എല്ലാം ഡീറ്റെയിൽഡായിട്ട് പറയുവാൻ സാധിക്കാത്തത് കൊണ്ടാണ്, മാതാവ് വളരെ അത്ഭുതകരമായി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഞങ്ങളുടെ ഓഫർ അവർ അക്സെപ്റ്റ് ചെയ്യുകയും അതിന് വേണ്ട ലോണും ബാക്കിയുള്ള എല്ലാ ഫിനാൻഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥതയാൽ തിരുക്കുമാരൻ ഞങ്ങൾക്ക് സാധിച്ചു തരികയും ചെയ്തു. അങ്ങനെ ആ ഭവനം ഞങ്ങൾ ഡിസംബർ 29 ഞങ്ങൾക്ക് ആ പുതിയ ഭവനത്തിൻ്റെ സെയിൽ എഗ്രിമെൻറ്റ് ഞങ്ങൾ സൈൻ ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ പഴയ ഭവനം വിൽക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അതിന് ഞാൻ കവനൻറ്റിൽ തന്നെ ലൈറ്റ് എ കാൻഡിൽ പ്രെയർ, കാരണം ഒരു കവനൻ്റ് ഉണ്ടായതുകൊണ്ട് ലൈറ്റ് എ കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടാണ് ഞാൻ ആ റിക്വസ്റ്റ് ഇട്ടത്. തൽഫലമായി ഞാൻ ഏപ്രിൽ 1 മുമ്പേ അത് ക്ലോസ് ചെയ്യണം, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിലയ്ക്ക് അത് ക്ലോസ് ചെയ്യണമെന്ന് ഞാൻ ആ ലൈറ്റ് എ കാൻഡിൽ പ്രെയർ റിക്വസ്റ്റിൽ ഇടുകയും മാർച്ച് 29 തന്നെ ആ ഭവനം ഞങ്ങൾ ഉദ്ദേശിച്ച വിലയ്ക്ക് ഞങ്ങൾ ഓഫർ ഇട്ട് വിത്തിൻ 3 days തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച ഓഫറിൽ ഒരാൾ വന്ന് വാങ്ങിക്കുകയും ചെയ്തു. അത് മാതാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹമാണെന്ന് പറയുന്നുണ്ട്. മാതാവിൻ്റെ എല്ലാ കാര്യങ്ങളും ഡേറ്റുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. ഞങ്ങൾ ഡിസംബർ 29 പുതിയ ഭവനം കിട്ടിയത്. ഞങ്ങളുടെ പഴയ വീട് അത് വിൽക്കുന്ന എഗ്രിമെൻറ്റ് ഞങ്ങൾ സൈൻ ചെയ്തത് മാർച്ച് 29 അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വരുവാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് ഏകദേശം 8 വർഷമായി. ഞാൻ ഓരോ പ്രാവശ്യവും വരുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻകൺവീനിയൻസ് വന്ന് ഇങ്ങോട്ട് വരുവാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ വന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ വീണ്ടും ലൈറ്റ് എ കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും എനിക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലീവെല്ലാം ശരിയായി ഏപ്രിൽ 26 വരുവാൻ സാധിക്കുകയും ചെയ്തു. ഏപ്രിൽ 26
ഒരാഴ്ച മുമ്പേ എനിക്കാണെങ്കിൽ എൻ്റെ ദേഹത്തൊരു റാഷസ് രൂപപ്പെടുകയുണ്ടായി. ഷിംഗിൾസ് റാഷസ് എന്ന് പറയുന്നത്, വിസർപ്പം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു റാഷസ് എൻ്റെ ദേഹത്തുണ്ടായി. അതിന് അതികഠിനമായ വേദനയാണ്, നെർവിലുണ്ടാകുന്ന ഒരു റാഷസാണ്. അപ്പം അത് യൂഷ്വലി മരുന്ന് കഴിച്ചാൽ പോലെ 2 to 4 വീക്സ് വേണം ആ റാഷസ് ഉണങ്ങുവാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു. അപ്പം ഞാൻ വീണ്ടും പ്രയർ റിക്വസ്റ്റ് ഇട്ടു, എനിക്ക് 4 ദിവസത്തിനകം ഈ അസുഖം ഭേദമാക്കി തരണം എന്ന് ഞാൻ പ്രയർ റിക്വസ്റ്റ് ഇടുകയും എനിക്ക് ഓയിൽ, മമ്മി അയച്ചു തന്ന ഓയിലുണ്ടായിരുന്നു, ആ ഓയിൽ വെച്ച് ഞാൻ അവിടെ റാഷസിൽ തേച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. തൽഫലമായി ഞാൻ പോകുന്നതിൻ്റെ ആ ദിവസമായപ്പോഴേക്കും അതിൻ്റെ വേദനയെല്ലാം പൂർണ്ണമായി സുഖമാകുകയും എനിക്കെൻ്റെ റാഷസ് എല്ലാം അത് കരിയുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ട്രാവൽ ചെയ്തപ്പോഴൊന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. ഞാൻ പിന്നെ ഈ കവനന്റ് പ്രയർ എടുത്ത് ഈ പ്രേക്ഷിത പ്രവർത്തനം ഇത് ചെയ്യാൻ ആദ്യമൊക്കെ ഞാൻ ഇത് ചെയ്യുമ്പോഴേക്കും ഞാൻ അധികം ഈ പറഞ്ഞ 6 കാര്യങ്ങളും ചെയ്യുവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനമാണ്. അത് എസ്പെഷ്യലി നമ്മൾ ഔട്ട്സൈഡ് ആകുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക ഇച്ചിരി പാടുള്ളതും നമുക്ക് നാണക്കേടുള്ള ഒരു സംഭവമാണ്. എല്ലാവരും നമ്മൾ ഇപ്പം നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയാണെങ്കിൽ എല്ലാവരും നമ്മളെ കളിയാക്കും. പിന്നെ നമ്മൾ പത്രമൊന്നും അവിടെ പോയി കൊടുക്കുവാനൊന്നും ആരും അങ്ങനെ ഇത് ചെയ്യാറില്ല, അതിനുള്ള എഫേർട്ട് എടുക്കാറില്ല. പക്ഷേ ഞാനാണെങ്കിൽ എൻ്റെ മമ്മിയോട് പറഞ്ഞു, എനിക്ക് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ അല്ലെങ്കിൽ കവനൻറ്റിൽ ഒരു എയർലിഫ്റ്റ് സംഭവിച്ചത് പ്രേക്ഷിത പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ്. അപ്പം ഞാൻ ഈ നവംബർ മാസത്തിൽ എൻ്റെ മമ്മിയോട് പറയും, മമ്മി എനിക്ക് ഇവിടുന്ന് കുറേ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ്, കൃപാസനത്തിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് എനിക്ക് അങ്ങോട്ട് US അയച്ചു തരികയും ചെയ്തു. അപ്പം ഞങ്ങൾ റിച്ച്മണ്ട് എന്ന് പറയുന്നത് വാഷിങ്ടൺ DC ഏകദേശം 2 hours ഡ്രൈവ് ചെയ്താണ് ഞങ്ങളുടെ വീട് ഇരിക്കുന്ന റിച്ച്മണ്ട് എന്ന സ്ഥലം. അപ്പം ഈ വാഷിങ്ടൺ DC മാതാവിൻ്റെ ഒരു വലിയ ബസലിക്കയുണ്ട്. അവിടെയാണ് മാതാവിൻ്റെ എല്ലാ ലോകത്തുള്ള സഭ അംഗീകരിച്ചിട്ടുള്ള എല്ലാ അപ്പാരിഷൻസിൻ്റെയും രൂപങ്ങൾ, അവിടെ പ്രത്യക്ഷപ്പെട്ട രൂപങ്ങൾ ആ ചർച്ചിൽ ഒരു 2 നിലയുള്ള ഒരു ചർച്ചാണ്, ബസലിക്കയാണ്. അതാണ് US ഏറ്റവും വലിയ ബസലിക്ക. മാർപ്പാപ്പയൊക്കെ വരുമ്പോൾ യൂഷ്വലി മാസമൊക്കെ നടത്തുന്ന ഒരു ബസലിക്കയാണ്. അപ്പോൾ എല്ലാ മാതാവിൻ്റെ എല്ലാ അപ്പാരിഷൻസിൻ്റെയും രൂപങ്ങളുള്ള ഒത്തിരിയും പേര് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ബസലിക്കയാണ്. അപ്പം ഞാൻ ഇവിടുന്ന് വന്ന ഈ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് കൊണ്ട് ഞാൻ അവിടെ പോയി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര നാണക്കേടാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഈ പത്രമൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വല്ല പോലീസുകാരും പിടിച്ചുകൊണ്ട് പോകും, ഇവിടെയുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങളെല്ലാവരും പോയി വേറെ എവിടെയെങ്കിലും പോയി ഇരുന്നോ, എൻ്റെ കൂടത്തിൽ വന്നതാണെന്ന് അറിയണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ പത്രം ഞാൻ തന്നെ, പിന്നെ ഇവർക്ക് അവിടെയുള്ളവർക്ക് ഈ കൃപാസനത്തെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടും ഇംഗ്ലീഷുകാരായതുകൊണ്ട് ഞാൻ തന്നെ ഇതിൻ്റെ സൈറ്റിൻ്റെ ഡീറ്റെയിൽസും എങ്ങനെയാണ് കവനൻ്റ് എടുക്കേണ്ടതെന്നും ഒരു സമ്മറി എൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഈ എല്ലാ പത്രത്തിൻ്റെ അകത്ത് വെച്ച് ഞാൻ ഓരോരുത്തരുടെയും കൈ കൊണ്ട് കൊടുത്തിട്ട് മാതാവിൻ്റെ പുതിയൊരു അപ്പാരിഷനാണ്, ഇവിടെ കേരളത്തിൽ ഇന്ത്യയിൽ നടന്ന ഒരു അപ്പാരിഷനാണ്. ഇതിന് സഭയുടെ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്, നിങ്ങളിത് ചെയ്യണം, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഈ ന്യൂസ് പേപ്പേഴ്സ് ഞാൻ എല്ലാവർക്കും കൊടുത്തു. ചിലരത് വേണ്ടാന്ന് പറഞ്ഞ് ഇത് ചെയ്തു, ചിലരാണെങ്കിൽ അത് സന്തോഷത്തോടു കൂടി വാങ്ങിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെ ഇമാജിൻ ചെയ്യാത്ത രീതിയിലുള്ള, ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് സാക്ഷ്യം പറയുമ്പോൾ ഒരു വീട് കിട്ടി, വേറൊരു വീട് വിറ്റു, അങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അതിൻ്റെയൊക്കെ പുറകിൽ ധാരാളമായ പ്രോസസ്സുകളും അതൊരു ഒരു അറ്റ് എ ടൈം ഒരു വീട് വിറ്റ് അത് ഞങ്ങളൊരു എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് ഞങ്ങൾ വാങ്ങിച്ച, ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ വാങ്ങിച്ച ഒരു ഇതാണ്. അതിന് ധാരാളമായ ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. അതെല്ലാം കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും അത് എത്രമാത്രം നിങ്ങളത് കൺവിൻസിങ് ആയിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും അറിയത്തില്ല. പക്ഷേ അത് വളരെയധികം മാതാവ് എൻ്റെ ജീവിതത്തെ ഒരു അപ്ലിഫ്റ്റ് ചെയ്തത് ആ സമയത്താണ്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ധാരാളമായ കൃപകൾ കൊണ്ട് നിറഞ്ഞ ഒരു സമയമായിരുന്നു ഞാൻ ആ സുവിശേഷ പ്രഘോഷണം സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥന ചെല്ലുന്നത് കൊണ്ട്
മാത്രം നിങ്ങളുടെ 1-2 കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് മാത്രമോ നിങ്ങളിത് ചെയ്ത്, അതല്ല നമ്മുടെ ഈ കവനൻറ്റിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം. നമ്മുടെ കവനൻറ്റിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം നമ്മുടെ കൃപാവരത്താൽ നമ്മൾ കൂടുതലായി വളരുകയും ദൈവത്തോട് അടുത്ത ബന്ധം പ്രാപിക്കുകയും ചെയ്യുകയാണ്. അത് ഒരു മനുഷ്യൻ കൃപാവരത്തിൽ വളർന്നു ദൈവത്തോട് അടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തുമാത്രം അത് അനുഭവിക്കാത്തൊരു വ്യക്തിക്ക് എത്രമാത്രം അത് അക്സെപ്റ്റബിൾ ആണ്, എത്രമാത്രം മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവിടെ വന്ന് നിങ്ങൾ കവനൻ്റ് എടുത്ത് നിങ്ങളുടെ കവനൻറ്റിൻ്റെ എല്ലാ റിക്വസ്റ്റുകളും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സംഭവമല്ല ഇത്. ഇതിന് ഒരു ഡിഫറെൻ്റായിട്ടുള്ള ഒരു തലമുണ്ട്. ആ തലത്തിലേക്ക് നിങ്ങളെ ഉയർത്തുന്നത് നിങ്ങളുടെ ഈ റിക്വസ്റ്റുകളെല്ലാം നിങ്ങളുടെ ഭൗതികമായ എല്ലാ ആവശ്യങ്ങളും സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങൾ കവനൻറ്റിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ, നിങ്ങൾ അതിലുമായിട്ട് ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ മാത്രം ആണ് നിങ്ങൾക്ക് ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതുപോലെ ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കുകയും ബാക്കി ഉള്ള പറ്റുന്ന എല്ലാവരെയും സഹായിക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ കവനൻറ്റിൻ്റെ ഏറ്റവും റൂൾസിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള റൂളെന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ്. അത് മാത്രമല്ല, നമുക്ക് എല്ലാ ഭൗതികമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ ഈ കവനൻറ്റ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇത്. ആ സമയത്ത് പിശാച് നിങ്ങളെ പുറകോട്ട് വലിക്കും. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എന്തിനാണ് ഈ അനാവശ്യമായി, നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് ഇതിൻ്റെ ഇത്രയും നിങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാകും. അത് ഓവർകം ചെയ്ത് നിങ്ങൾ എങ്ങനെ ഇത് കവനൻറ്റ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ഭൗതികവും ആത്മീയവുമായ ജീവിതം അടുത്ത പടിയിലേക്ക് നിങ്ങളെത്തും. എനിക്ക് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്ന് അറിയത്തില്ല. അത് അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ വ്യക്തിപരമായി ലഭിച്ച ഒരു അനുഭവവും അതിൽ നിന്ന് ലഭിച്ചൊരു ബോധ്യവും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സാക്ഷ്യത്തിലൂടെ പറയുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് അവിടെ ഒരു ഭവനം ലഭിക്കുന്നതിൻ്റെ നൂലാമാലകളും അതെല്ലാം ദൈവം ക്രമീകരിച്ചു എന്നുള്ള വലിയൊരു അനുഭവമാണ്. രണ്ടാമത്തേത്, ഉടമ്പടി എന്നൊരു പ്രാർത്ഥനയെ മുഴുവനായിട്ടൊന്ന് വിലയിരുത്തി പ്രാർത്ഥിച്ച് ഒരു വ്യക്തി കൺക്ലൂഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം എന്ന് പറയുന്നത്, ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്നത് പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ്. അത് ബഹുമാനപ്പെട്ട അച്ഛൻ ആരാധനയിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. കാരണം ക്രിസ്തുവിന് കൈമാറുക എന്നുള്ളത് തന്നെയാണ് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും. പരിശുദ്ധ അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതാണ്. അതായത് കർത്താവിൻ്റെ പരിശുദ്ധ അമ്മയുടെ അപ്പാരിഷനെ കുറിച്ച് ഈ ഒരു സാക്ഷ്യത്തിൽ ഒരു റെഫറൻസ് ഉള്ളതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സഭ അംഗീകരിച്ചിട്ടുള്ള അപ്പാരിഷൻസ് എല്ലാം പരിശോധിക്കുമ്പോൾ മാതാവ് ഇൻ്റർഫിയർ ചെയ്തിരിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ മക്കൾ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്ന ഇടങ്ങളിൽ അല്ലെ പോകുന്ന സാഹചര്യങ്ങൾക്ക് മുന്നൊരുക്കമായിട്ടും അതിന് തടയണിടാനും അവിടെ കൃപകൾ വരുത്തുവാനുമായിട്ടാണ് മാതാവ് എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ഒരു നോർമലായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാതാവ് വലിയ അപ്പാരിഷൻസ് ചെയ്യപ്പെടുമെന്നല്ല. അത് കർത്താവിലേക്ക് ആളുകൾ കർത്താവിൽ നിന്ന് അകലുന്നൊരു സാഹചര്യത്തിൽ അത് ദൈവപിതാവ് തന്നെ അമ്മയ്ക്ക് നൽകിയിരിക്കുന്നൊരു സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഈ ഉടമ്പടിയിൽ നമ്മൾ സഞ്ചാരി മാതാവ് എന്നൊക്കെ വിളിക്കുന്നതിൻ്റെ അത് മാതാവിന് നൽകിയിരിക്കുന്ന ഒരു അധികാരവും പരിശുദ്ധ അമ്മയ്ക്ക് ദൈവപിതാവ് അപ്പം ആ ഒരു ഭാഗമായിട്ട് ഈ ഒരു പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് ചെയ്യുമ്പോഴാണ് ഒരു എയർ ലിഫ്റ്റിംഗ് ലൈഫിൽ സംഭവിക്കുന്നത്. കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുണ്ടായെങ്കിൽ ഒരല്പം മനസ്സിന്, പക്ഷേ ഈ ഒരു കാര്യത്തിന് കുറച്ചും കൂടെ അതിനേക്കാളും മുകളിലുള്ള ഒരു ബോധ്യവും ഉറപ്പും ആവശ്യമാണ്. ഒരു പക്ഷേ ഇതിൽ ഒരല്പം റിസ്ക്കും ആയിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ജീവിതത്തിൽ ക്രിസ്തു പ്രഘോഷണത്തിന് നമ്മൾ റിസ്ക് എടുത്ത് തുടങ്ങുമ്പോൾ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ ഒരു അപ്ലിഫ്റ്റ്മെൻ്റ് ഉണ്ടാകും. അത് ബോധ്യത്തിലും അനുഭവത്തിലും. അപ്പം അങ്ങനൊരു വ്യക്തമായൊരു ബോധ്യമുണ്ട്. അപ്പോൾ ഉടമ്പടിയിൽ നിൽക്കുമ്പം നമ്മളെപ്പോഴും ഒരു കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം ഉടമ്പടി ഉപേക്ഷിക്കരുത്. അതിൽ എല്ലാം സ്മൂത്തായിട്ട് പോകുമ്പോഴും ഉടമ്പടിയിലെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യുമ്പോഴാണ് കൃപയിൽ നിലനിൽക്കാൻ സാധിക്കുന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് സാക്ഷ്യം പറയുന്നത്. ഈ ബോധ്യം ഉടമ്പടി എടുത്ത് നമുക്ക് എല്ലാവർക്കും ഒരു സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം